അധ്യായം 39 സൂറത്ത് സുമർ. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 75. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഈ വേദഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപശാലിയും അഗാധജ്ഞനുമായ അല്ലാഹുവിന്റെ പക്കൽ നിന്നാകുന്നു. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. തീർച്ചയായും ഈ ഗ്രന്ഥം നാം താങ്കൾക്ക് സത്യം സ്ഥിരപ്പെടുത്തുവാനായി അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദീൻ അല്ലാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് താങ്കൾ അവനെ ആരാധിക്കുക. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. അറിയുക, അല്ലാഹുവിനുള്ളതാണ് നിഷ്കളങ്കമായ ദീൻ, മതം. അല്ലാഹുവിനെ കൂടാതെ ആരാധ്യ വസ്തുക്കളെ സ്വീകരിച്ചവർ പറയുന്നു, അല്ലാഹുവിലേക്ക് അവർ ഞങ്ങളെ ശരിയായി അടുപ്പിച്ചു തരാൻ മാത്രമാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്. അവർ ഏതൊന്നിൽ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നുവോ അതിൽ തീർച്ചയായും അല്ലാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതാണ്. കള്ളം പറയുകയും സത്യത്തെ പാടെ നിഷേധിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു നേർമാർഗത്തിലാക്കുകയേയില്ല. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار. സന്താനത്തെ സ്വീകരിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ താൻ സൃഷ്ടിക്കുന്നതിൽ നിന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് അവൻ തിരഞ്ഞെടുക്കുമായിരുന്നു. അവൻ എത്ര പരിശുദ്ധൻ! അവൻ ഏകനും സർവാധിപതിയുമായ അല്ലാഹുവാകുന്നു. خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. അവൻ ആകാശഭൂമികളെ സത്യസമേതം സൃഷ്ടിച്ചിരിക്കുന്നു. രാവിനെ പകലിന്മേലും പകലിനെ രാവിന്മേലും അവൻ ചുറ്റി പൊതിയുന്നു. സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു. അവയെല്ലാം തന്നെ ഒരു നിശ്ചിത അവധി വരെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അറിയുക, അവൻ പ്രതാപശാലിയും വളരെ പൊറുക്കുന്നവനുമാണ്. خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنى تصرفون. നിങ്ങളെ അവൻ ഒരൊറ്റ ദേഹത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ അതിൽ നിന്നു തന്നെ അതിന്റെ ഇണയെ അവനുണ്ടാക്കി. കന്നുകാലികളിൽ നിന്ന് 8 തരം ഇണകളെയും അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നു. നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ ഒരു തരം സൃഷ്ടിപ്പിനു ശേഷം മറ്റൊരു തരം സൃഷ്ടിപ്പായി കൊണ്ട് 3 ഇരുട്ടുകളിലായി അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. അവനുള്ളതാണ് എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം. അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്നിരിക്കെ ഈ വസ്തുതയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? إن
تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. നിങ്ങൾ നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹു നിങ്ങളെ സംബന്ധിച്ച് നിരാശ്രയനാകുന്നു. അവൻ അവന്റെ അടിമകൾക്ക് നന്ദികേടിനെ തൃപ്തിപ്പെടുകയില്ല. നിങ്ങൾ നന്ദി കാട്ടുന്ന പക്ഷം നിങ്ങൾക്ക് വേണ്ടി അത് അവൻ തൃപ്തിപ്പെടുന്നതാണ്. കുറ്റം ചുമക്കുന്നൊരു ദേഹവും മറ്റൊന്നിന്റെ കുറ്റം ചുമക്കുകയില്ല. അവസാനം നിങ്ങളുടെ രക്ഷിതാവിലേക്കാണ് നിങ്ങളുടെ മടക്കം. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി നിങ്ങളെ അവൻ ബോധ്യപ്പെടുത്തുന്നതാണ്. തീർച്ചയായും അവൻ ഹൃദയങ്ങളിലുള്ളതിനെക്കുറിച്ച് നല്ലതുപോലെ അറിയുന്നവനാണ്. وَإِذَا مَسَّ الْإِنسَانَ ضُرٌّ دَعَا رَبَّهُ مُنِيبًا إِلَيْهِ ثُمَّ إِذَا خَوَّلَهُ نِعْمَةً مِّنْهُ نَسِيَ مَا كَانَ يَدْعُو إِلَيْهِ مِنْ قَبْلُ وَجَعَلَ لِلَّهِ أَنْدَادًا لِيُضِلَّ عَنْ سَبِيلِهِ قُلْ تَمَتَّعْ بِكُفْرِكَ قَلِيلًا إِنَّكَ مِنْ أَصْحَابِ النَّارِ. മനുഷ്യനെ വല്ല വിഷമം ബാധിച്ചാൽ അവൻ തന്റെ രക്ഷിതാവിലേക്ക് മടങ്ങിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കും. പിന്നീട് അവൻ തന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹവും അവന് ദാനമായി കൊടുത്താൽ താൻ മുമ്പ് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവോ അതവൻ വിസ്മരിച്ചു കളയുകയായി. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി അള്ളാഹുവിന് അവൻ ചില പങ്കുകാരെ ആക്കുകയും ചെയ്യും. നബിയെ പറയുക, നിന്റെ സത്യനിഷേധം കൊണ്ട് അല്പകാലം നീ സുഖിച്ചുകൊള്ളുക. തീർച്ചയായും നീ നരകക്കാരിൽപ്പെട്ടവനാണ്. أَمَّنْ هُوَ قَانِتٌ آنَاءَ اللَّيْلِ سَاجِدًا وَقَائِمًا يَحْذَرُ الْآخِرَةَ وَيَرْجُو رَحْمَةَ رَبِّهِ قُلْ هَلْ يَسْتَوِي الَّذِينَ يَعْلَمُونَ وَالَّذِينَ لَا يَعْلَمُونَ إِنَّمَا يَتَذَكَّرُ أُولُو الْأَلْبَابِ. അങ്ങനെയുള്ള മനുഷ്യനാണോ ഉത്തമൻ? അതല്ല, പരലോകത്തെ ഭയപ്പെടുകയും തന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തെ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് രാത്രി സമയങ്ങളിൽ സുജൂദ് ചെയ്യുന്നവനായും നിൽക്കുന്നവനായും നിസ്കരിക്കുന്നവനായി അനുസരണത്തിന്റെ മുറയനുസരിച്ച് നിൽക്കുന്നവനോ? ഈ രണ്ടിൽ ആരാണ് ഉത്തമൻ? പറയുക, അറിയുന്നവരും അറിയാത്തവരും സമമാകുമോ? ബുദ്ധിയുള്ളവർ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. قُلْ يَا عِبَادِي الَّذِينَ آمَنُوا اتَّقُوا رَبَّكُمْ لِلَّذِينَ أَحْسَنُوا فِي هَذِهِ الدُّنْيَا حَسَنَةٌ وَأَرْضُ اللَّهِ وَاسِعَةٌ إِنَّمَا يُوَفَّى الصَّابِرُونَ أَجْرَهُم بِغَيْرِ حِسَابٍ. നബിയെ പറയുക, സത്യവിശ്വാസികളായ എന്റെ ദാസന്മാരെ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ ലോകത്ത് വെച്ച് നന്മ ചെയ്തവർക്ക് നന്മയുണ്ട്. അള്ളാഹുവിന്റെ ഭൂമി വിശാലമായതാകുന്നു. തീർച്ചയായും ക്ഷമാശീലർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ നിറവേറ്റപ്പെടുന്നതാണ്. قُلْ إِنِّي أُمِرْتُ أَنْ أَعْبُدَ اللَّهَ مُخْلِصًا لَهُ الدِّينَ. പറയുക, മതത്തെ, കീഴ്വണക്കത്തെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിയവനായി അവനെ ഞാൻ ആരാധിക്കണമെന്ന് തീർച്ചയായും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. وَأُمِرْتُ لِأَنْ أَكُونَ أَوَّلَ الْمُسْلِمِينَ. ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനായിരിക്കുവാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. قُلْ إِنِّي أَخَافُ إِنْ عَصَيْتُ رَبِّي عَذَابَ يَوْمٍ عَظِيمٍ. പറയുക, എന്റെ രക്ഷിതാവിനോട് ഞാൻ എതിര് പ്രവർത്തിക്കുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു.
قل الله أعبد مخلصا له ديني فاعبدوا ما شئتم من دونه قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين. പറയുക, എന്റെ മതത്തെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് ഞാൻ അവന് ഇബാദത്ത് ചെയ്യുന്നു. എന്നാൽ അവനെ കൂടാതെ നിങ്ങൾ ഉദ്ദേശിച്ച വസ്തുക്കളെ നിങ്ങൾ ആരാധിച്ചുകൊള്ളുക. പറയുക, പക്ഷേ ഞങ്ങൾക്ക് തന്നെയും തങ്ങളുടെ ബന്ധുക്കൾക്കും അന്ത്യനാളിൽ നഷ്ടം വരുത്തിവെച്ചവരാണ് തീർച്ചയായും വലിയ നഷ്ടക്കാർ. അറിയുക, അതുതന്നെയാണ് പ്രത്യക്ഷമായ നഷ്ടം. لهم من فوقهم ظلل من النار ومن تحتهم ظلل ذلك يخوف الله به عباده يا عباد فاتقون. അവർക്ക് നരകത്തിൽ മേൽഭാഗത്ത് അഗ്നി കൊണ്ടുള്ള തട്ടുകളുണ്ട്, അവരുടെ താഴ്ഭാഗത്തുമുണ്ട് അഗ്നി കൊണ്ടുള്ള തട്ടുകൾ. അതിനെ എടുത്തു കാട്ടിക്കൊണ്ട് അള്ളാഹു തന്റെ ദാസന്മാരെ ഭയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ അടിമകളെ, നിങ്ങൾ എന്നെ സൂക്ഷിക്കുവിൻ. والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد. താവൂത്തിനെ ആരാധിക്കുന്നത് ആര് വർജിക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ടോ അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. അതുകൊണ്ട് നബിയെ, എന്റെ അടിമകളോട് സന്തോഷ വാർത്ത അറിയിക്കുക. الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും എന്നിട്ട് അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് അക്കൂട്ടർ അള്ളാഹു നേർമാർഗം നൽകിയവരാണ്, ബുദ്ധിയുള്ളവരും അവർ തന്നെ. أفمن حق عليه كلمة العذاب أفأنت تنقذ من في النار. എന്നാൽ ശിക്ഷയുടെ വചനം ആരുടെ മേൽ സ്ഥിരപ്പെട്ടിരിക്കുന്നുവോ അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടവനെ പോലെയാകുമോ? എന്നിരിക്കെ നരകത്തിലുള്ളവനെ താങ്കൾ രക്ഷപ്പെടുത്തുമോ? لكن الذين اتقوا ربهم لهم غرف من فوقها غرف مبنية تجري من تحتها الأنهار وعد الله لا يخلف الله الميعاد. എന്നാൽ തങ്ങളുടെ നാഥനെ സൂക്ഷിച്ചവരായി ജീവിക്കുന്നവർക്ക് മേൽക്കുമേൽ തട്ടുതട്ടുകളായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചില മണിമന്ദിരങ്ങളുണ്ട്. അതിന്റെ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഇത് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب. താങ്കൾ കണ്ടില്ലേ, അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു, എന്നിട്ട് അവനത് ഭൂമിയിലെ ഉറവിടങ്ങളിൽ പ്രവേശിപ്പിച്ച് പിന്നെ അതുമൂലം വിവിധ നിറങ്ങളിലുള്ള കൃഷി ഉൽപ്പാദിപ്പിക്കുന്നു. അത് പിന്നീട് ഉണങ്ങിപ്പോകുന്നു. അപ്പോഴത് മഞ്ഞ നിറം പൂണ്ടതായി താങ്കൾക്ക് കാണാം. പിന്നെ അതിനെ അവൻ വൈക്കോലാക്കുന്നു. തീർച്ചയായും ഇതിൽ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുള്ള വകയുണ്ട്. أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين.
എന്നാൽ അള്ളാഹു ഒരാളുടെ ഹൃദയം ഇസ്ലാമിലേക്ക് വിശാലമാക്കി കൊടുത്തു. അവൻ അങ്ങനെ തന്റെ റബ്ബിൽ നിന്നുള്ള പ്രകാശത്തിലായി തീർന്നു. അങ്ങനെയുള്ളവൻ അതിന് ഘടകവിരുദ്ധമായി നിലകൊള്ളുന്നവനെ പോലെയാകും. അപ്പോൾ അള്ളാഹുവിന്റെ സ്മരണ വിട്ട് ഹൃദയം കടുത്തുപോയിട്ടുള്ളവർക്ക് വമ്പിച്ച നാശം. അക്കൂട്ടർ സ്പഷ്ടമായ ദുർമാർഗത്തിലാകുന്നു. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അള്ളാഹു ഏറ്റവും നല്ല വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് പരസ്പരം സാദൃശ്യമുള്ളതും ആവർത്തിക്കപ്പെട്ടതുമായ ഒരു വേദഗ്രന്ഥം തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ അതുമൂലം വിറകൊള്ളുന്നതാണ്. പിന്നീട് അവരുടെ തൊലികളും ഹൃദയങ്ങളും അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് മയപ്പെടുകയും ചെയ്യും. അള്ളാഹുവിന്റെ മാർഗദർശനമാകുന്നു അത്. താൻ ഉദ്ദേശിച്ചവരെ അതുമൂലം അവൻ നേർമാർഗത്തിലാക്കുന്നു. അള്ളാഹു വല്ലവനെയും വഴിതെറ്റിച്ചാൽ അവനെ നേർമാർഗത്തിലാക്കുന്ന ആരുമില്ല തന്നെ. أفمن يتقي بوجهه سوء العذاب يوم القيامة وقيل للظالمين ذوقوا ما كنتم تكسبون. അന്ത്യനാളിൽ കടുത്ത ശിക്ഷയെ മുഖം കൊണ്ട് തടുക്കേണ്ടി വരുന്നവൻ അന്ന് നിർഭയനായിരിക്കുന്നവനെ പോലെ ആകുമോ? ഇല്ല. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിന്റെ പ്രതിഫലം നിങ്ങൾ രുചിച്ചു നോക്കുക എന്ന് അന്ന് അക്രമികളോട് പറയപ്പെടുന്നതാണ്. كذب الذين من قبلهم فأتاهم العذاب من حيث لا يشعرون. ഇവർക്ക് മുമ്പുണ്ടായിരുന്നവരും സത്യത്തെ നിഷേധിച്ചു. തന്നിമിത്തം അവർ അറിയാത്ത ഭാഗത്തു നിന്നും അവർക്ക് ശിക്ഷ വന്നു. فأذاقهم الله الخزي في الحياة الدنيا ولعذاب الآخرة أكبر لو كانوا يعلمون. അങ്ങനെ ഇഹലോക ജീവിതത്തിൽ അള്ളാഹു അവർക്ക് ശിക്ഷ അനുഭവിപ്പിച്ചു. പരലോക ശിക്ഷയാകട്ടെ ഏറ്റവും വലുതാണ് താനും. അവർ ഇതൊക്കെ ബോധമുള്ളവരായിരുന്നെങ്കിൽ ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. وَلَقَدْ ضَرَبْنَا لِلنَّاسِ فِي هَذَا الْقُرْآنِ مِنْ كُلِّ مَثَلٍ لَعَلَّهُمْ يَتَذَكَّرُونَ. തീർച്ചയായും ഈ ഖുർആനിൽ ജനങ്ങൾക്ക് വേണ്ടി ആവശ്യമായ എല്ലാ ഉപമകളും നാം എടുത്തു കാണിച്ചിട്ടുണ്ട്, അവർ ചിന്തിക്കാൻ വേണ്ടി. قُرْآنًا عَرَبِيًّا غَيْرَ ذِي عِوَجٍ لَعَلَّهُمْ يَتَّقُونَ. അതെ, അറബി ഭാഷയിലുള്ള യാതൊരു വക്രതയുമില്ലാത്ത ഖുർആൻ അവർ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്നത്. ضرب الله مثلا رجلا فيه شركاء متشاكسون ورجلا سلما لرجل هل يستويان مثلا الحمد لله بل أكثرهم لا يعلمون. ഒരു പുരുഷനെ ഒരു ഉപമയായി അള്ളാഹു എടുത്തു കാട്ടുന്നു. പരസ്പരം വഴക്കടിക്കുന്ന കുറെ പങ്കാളികൾ അവനിൽ പങ്കുകാരായി ഉണ്ട്. ഒരു പുരുഷന് മാത്രം തനിച്ചായുള്ള മറ്റൊരു പുരുഷനെയും ഉപമയായി എടുത്തു കാണിക്കുന്നു. ഇവർ രണ്ടുപേരും ഉപമയിൽ തുല്യമാകുമോ? ഇല്ല. സർവസ്തുതിയും അല്ലാഹുവിനത്രേ. പക്ഷേ അവരിൽ അധികം പേരും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. إنك ميت وإنهم ميتون. നബിയെ, തീർച്ചയായും താങ്കൾ മരണപ്പെട്ടു പോകുന്ന ആളാണ്, അവരും മരണപ്പെട്ടു പോകുന്നവർ തന്നെ. ثم إنكم يوم القيامة عند ربكم تختصمون. പിന്നീട് തീർച്ചയായും നിങ്ങൾ അന്ത്യനാളിൽ നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുത്ത് വെച്ച് വഴക്കടിക്കുന്നതാണ്. فمن أظلم ممن
كذب على الله وكذب بالصدق إذ جاءه أليس في جهنم مثوى للكافرين. അപ്പോൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുകയും തനിക്ക് സത്യം വന്നു കിട്ടിയപ്പോൾ അത് നിഷേധിക്കുകയും ചെയ്തവനേക്കാൾ അക്രമി ആരാണുള്ളത്? അങ്ങനെയുള്ള സത്യനിഷേധികളുടെ വാസസ്ഥലം നരകത്തിലല്ലയോ? അതെ, തീർച്ച. والذي جاء بالصدق وصدق به أولئك هم المتقون. സത്യം കൊണ്ടുവരികയും അത് സത്യമാക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് ദോഷബാധയെ സൂക്ഷിക്കുന്നവർ. لهم ما يشاءون عند ربهم ذلك جزاء المحسنين. തങ്ങളുടെ നാഥന്റെ പക്കൽ തങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർക്കുണ്ട്, അത് സുഗതം ചെയ്യുന്നവരുടെ പ്രതിഫലമാണ്. ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون. അവർ പ്രവർത്തിച്ചതിൽ നിന്നുള്ള ചീത്ത കാര്യങ്ങളെ അള്ളാഹു മാപ്പു ചെയ്തു കൊടുക്കാനും അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിലെ നല്ലതിനെ അനുസരിച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതിനും വേണ്ടി അത്രേ അത്. أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد. അള്ളാഹു അവന്റെ ദാസന് മതിയായവനല്ലേ നബിയെ? അവന് പുറമേയുള്ളവരെ കൊണ്ട് അവർ താങ്കളെ ഭയപ്പെടുത്തുന്നു. അള്ളാഹു ആരെ വഴിപിഴപ്പിച്ചിരിക്കുന്നുവോ അവനെ നേർമാർഗത്തിലാക്കുന്നവരാരുമില്ല. ومن يهد الله فما له من مضل أليس الله بعزيز ذي انتقام. അള്ളാഹു ആരെങ്കിലും സന്മാർഗത്തിലാക്കിയാൽ അവനെ വഴിതെറ്റിക്കുന്നവനുമില്ല. അള്ളാഹു പ്രതാപശാലിയും ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനുമല്ലോ. وَلَئِن سَأَلْتَهُم مَّنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولُنَّ اللَّهُ قُلْ أَفَرَأَيْتُم مَّا تَدْعُونَ مِن دُونِ اللَّهِ إِنْ أَرَادَنِيَ اللَّهُ بِضُرٍّ هَلْ هُنَّ كَاشِفَاتُ ضُرِّهِ إِنْ أَرَادَنِيَ اللَّهُ بِضُرٍّ هَلْ هُنَّ كَاشِفَاتُ ضُرِّهِ أَوْ أَرَادَنِي بِرَحْمَةٍ هَلْ هُنَّ مُمْسِكَاتُ رَحْمَتِهِ قُلْ حَسْبِيَ اللَّهُ عَلَيْهِ يَتَوَكَّلُ الْمُتَوَكِّلُونَ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണെന്ന് അവരോട് താങ്കൾ ചോദിച്ചാൽ അള്ളാഹു തന്നെ എന്നവർ പറയുക തന്നെ ചെയ്യും. താങ്കൾ പറയുക, എങ്കിൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയെപ്പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരിക. എനിക്കൊരു വിഷമം വരുത്തിവെക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ വരുത്തിവെക്കുന്ന വിഷമം അകറ്റുന്നവയാണോ അവ? അല്ലെങ്കിൽ അവൻ എനിക്കെന്തെങ്കിലും കാരുണ്യം ഉദ്ദേശിക്കുന്ന പക്ഷം അവന്റെ കാരുണ്യത്തെ പിടിച്ചു വെക്കുന്നവയാണോ അവ? പറയുക, എനിക്ക് അള്ളാഹു മതി. ഭരമേൽപ്പിക്കുന്നവർ അവന്റെ മേൽ തന്നെ ഭരമേൽപ്പിക്കേണ്ടതാണ്. قُلْ يَا قَوْمِ اعْمَلُوا عَلَى مَكَانَتِكُمْ إِنِّي عَامِلٌ فَسَوْفَ تَعْلَمُونَ. പറയുക, എന്റെ ജനങ്ങളെ, നിങ്ങളുടെ നിലപാടനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക. ഞാൻ എന്റെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. مَن يَأْتِيهِ عَذَابٌ يُخْزِيهِ وَيَحِلُّ عَلَيْهِ عَذَابٌ مُقِيمٌ. തന്നെ അപമാനിക്കുന്ന ശിക്ഷ വന്നെത്തുകയും തന്റെ മേൽ ശാശ്വതമായ ശിക്ഷ വന്നിറങ്ങുകയും ചെയ്യുന്നത് ആർക്കായിരിക്കുമെന്ന്. إِنَّا أَنزَلْنَا عَلَيْكَ الْكِتَابَ لِلنَّاسِ بِالْحَقِّ فَمَنِ اهْتَدَى فَلِنَفْسِهِ وَمَنْ ضَلَّ فَإِنَّمَا يَضِلُّ عَلَيْهَا وَمَا أَنْتَ عَلَيْهِمْ بِوَكِيلٍ.
നബിയെ, തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി സത്യസമേതം ഈ വേദഗ്രന്ഥം താങ്കൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് വല്ലവനും സന്മാർഗം പ്രാപിച്ചാൽ അതിന്റെ നേട്ടം അവന് തന്നെയാണ്. ആരെങ്കിലും വഴിതെറ്റിയാൽ അതിന്റെ ദോഷവും അവന് തന്നെ. താങ്കൾ അവരുടെ മേൽ ബാധ്യത ഏൽപ്പിക്കപ്പെട്ട ആളേ അല്ല. الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون. ആത്മാക്കളെ അവയുടെ മരണവേളയിൽ അള്ളാഹു പൂർണ്ണമായി പിടിച്ചെടുക്കുന്നു. മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കത്തിലും അള്ളാഹു പിടിച്ചെടുക്കുന്നു. എന്നിട്ട് മരണം വിധിച്ച ആത്മാക്കളെ അവൻ വിട്ടയക്കാതെ പിടിച്ചുവെക്കും. മറ്റേതിനെ ഒരു നിശ്ചിത അവധി വരെ വിട്ടയക്കുകയും ചെയ്യും. ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിൽ തീർച്ചയായും പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. أم اتخذوا من دون الله شفعاء قل أولو كانوا لا يملكون شيئا ولا يعقلون. അതല്ല, അള്ളാഹുവിന് പുറമേ അവൻ ചില ശുപാർശക്കാരെ സ്ഥാപിച്ചിരിക്കുകയാണോ? താങ്കൾ പറയുക, അവർ ശുപാർശകർ ഒന്നും സ്വാധീനമാക്കാത്തവരും ഒന്നും അറിയാത്തവരുമായിരുന്നാലും അവരെ ശുപാർശകരായി വെക്കുകയാണോ? قل لله الشفاعة جميعا له ملك السماوات والأرض ثم إليه ترجعون. താങ്കൾ പറയുക, അള്ളാഹുവിനാണ് ശുപാർശ മുഴുവനും. അവന്റെ ഹിതമനുസരിച്ചേ അത് നടക്കുകയുള്ളൂ. ആകാശഭൂമികളുടെ ആധിപത്യം അവന് തന്നെയാണ്. പിന്നീട് അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ اشْمَأَزَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ وَإِذَا ذُكِرَ الَّذِينَ مِن دُونِهِ إِذَا هُمْ يَسْتَبْشِرُونَ. അള്ളാഹുവിനെക്കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അറച്ചു ചുളുങ്ങുന്നതാണ്. അവനെ കൂടാതെയുള്ളവരെ കുറിച്ച് പറയപ്പെട്ടാൽ അന്നേരം അവരതാ സന്തുഷ്ടരായിത്തീരുന്നു. قُلِ اللَّهُمَّ فَاطِرَ السَّمَاوَاتِ وَالْأَرْضِ عَالِمَ الْغَيْبِ وَالشَّهَادَةِ أَنْتَ تَحْكُمُ بَيْنَ عِبَادِكَ فِيمَا كَانُوا فِيهِ يَخْتَلِفُونَ. നബിയെ, പറയുക, ആകാശഭൂമികളുടെ സൃഷ്ടാവും ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങൾ അറിയുന്നവനുമായ അള്ളാഹുവേ, നിന്റെ അടിമകൾക്കിടയിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നീ തന്നെ വിധി കൽപ്പിക്കുന്നതാണ്. وَلَوْ أَنَّ لِلَّذِينَ ظَلَمُوا مَا فِي الْأَرْضِ جَمِيعًا وَمِثْلَهُ مَعَهُ لَافْتَدَوْا بِهِ مِنْ سُوءِ الْعَذَابِ يَوْمَ الْقِيَامَةِ وَبَدَا لَهُم مِّنَ اللَّهِ مَا لَمْ يَكُونُوا يَحْتَسِبُونَ. അക്രമം പ്രവർത്തിച്ചവർക്ക് ഭൂമിയിലുള്ളതൊക്കെയും അതോടുകൂടി അതിന്റെ എത്ര വേറെയുമുണ്ടായിരുന്നാലും അന്ത്യനാളിൽ കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവരത് മുഴുവനും ദണ്ഡം കൊടുത്തേക്കുമായിരുന്നു. അവർ വിചാരിക്കാത്ത ചിലത് അള്ളാഹുവിൽ നിന്ന് അവർക്ക് വെളിവാകുന്നതാണ്. وَبَدَا لَهُمْ سَيِّئَاتُ مَا كَسَبُوا وَحَاقَ بِهِم مَّا كَانُوا بِهِ يَسْتَهْزِئُونَ. അവർ പ്രവർത്തിച്ചതിന്റെ ദോഷഫലങ്ങളും അവർക്ക് വെളിപ്പെടും. അവർ പരിഹസിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ശിക്ഷ അവരെ വലയം ചെയ്യുന്നതാണ്. فَإِذَا مَسَّ الْإِنسَانَ ضُرٌّ دَعَانَا ثُمَّ إِذَا خَوَّلْنَاهُ نِعْمَةً مِنَّا قَالَ إِنَّمَا أُوتِيتُهُ عَلَى عِلْمٍ بَلْ هِيَ فِتْنَةٌ وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ. എന്നാൽ മനുഷ്യന് വല്ല വിപത്ത് ബാധിച്ചാൽ അവൻ നമ്മോട് പ്രാർത്ഥിക്കും. പിന്നീട് നമ്മുടെ പക്കൽ നിന്നുള്ള എന്തെങ്കിലും അനുഗ്രഹവും നാം അവന് പ്രദാനം ചെയ്താൽ അവൻ പറയും, മഹത്തായ അറിവോടെ തന്നെയാണ് തീർച്ചയായും എനിക്കിത് നൽകപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതൊരു പരീക്ഷണമാണ്. പക്ഷേ അവരിൽ അധിക പേരും അതറിയുന്നില്ല.
قد قالها الذين من قبلهم فما أغنى عنهم ما كانوا يكسبون. ഇവരുടെ മുമ്പുള്ളവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതൊന്നും അവർക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. فأصابهم سيئات ما كسبوا والذين ظلموا من هؤلاء سيصيبهم سيئات ما كسبوا وما هم بمعجزين. അങ്ങനെ അവർ പ്രവർത്തിച്ചതിന്റെ ദോഷഫലം അവരെ ബാധിച്ചു. അപ്രകാരം ഇക്കൂട്ടരിൽ ഖുറൈശിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരാരോ അവർ പ്രവർത്തിച്ചതിന്റെ ദോഷഫലങ്ങൾ അടുത്തു തന്നെ അവരെയും ബാധിക്കും. അവരാരും അല്ലാഹുവെ പരാജയപ്പെടുത്തുന്നവരല്ല. أَوَلَمْ يَعْلَمُوا أَنَّ اللَّهَ يَبْسُطُ الرِّزْقَ لِمَن يَشَاءُ وَيَقْدِرُ إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يُؤْمِنُونَ. അവർക്കറിഞ്ഞുകൂടെ, തീർച്ചയായും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഹാരം സമൃദ്ധമായി നൽകുകയും ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കുടുസാക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ജനതയ്ക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. തീർച്ച. قُلْ يَا عِبَادِيَ الَّذِينَ أَسْرَفُوا عَلَى أَنفُسِهِمْ لَا تَقْنَطُوا مِنْ رَحْمَةِ اللَّهِ إِنَّ اللَّهَ يَغْفِرُ الذُّنُوبَ جَمِيعًا إِنَّهُ هُوَ الْغَفُورُ الرَّحِيمُ. നബിയെ, എന്റെ അടിമകളോട് ഞാൻ പ്രസ്താവിച്ചതായി പറയുക, തങ്ങളുടെ സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള എന്റെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിരാശരാകരുത്. അള്ളാഹു പാപങ്ങൾ മുഴുവനും പുറത്തു തരിക തന്നെ ചെയ്യും. തീർച്ചയായും അവൻ തന്നെയാണ് വളരെ പൊറുക്കുന്നവനും പരമകാരുണികനും. إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുകയും അവന് കീഴൊതുങ്ങി ജീവിക്കുകയും ചെയ്യുക. ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സഹായം ലഭിക്കുകയില്ല. أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. ഓർക്കാത്ത നിലയിൽ പെട്ടെന്ന് ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ടതിൽ നല്ലതിനെ നിങ്ങൾ പിൻപറ്റുക. أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين. വല്ലൊരാളും പറയാനിടവരുന്നതിന് മുമ്പ്, ഹാ, അള്ളാഹുവിന്റെ ഭാഗത്ത് ഞാൻ ചെയ്യേണ്ട ബാധ്യതകളിൽ വീഴ്ച വരുത്തിയതിൽ എന്റെ കഷ്ടമേ, തീർച്ചയായും ഞാൻ പരിഹസിക്കുന്നവരിൽ പെട്ടവനായല്ലോ. أو تقول لو أن الله هداني لكنت من المتقين. അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ പറയുന്നതിന് മുമ്പ്, അള്ളാഹു എന്നെ മാർഗദർശനം ചെയ്തിരുന്നെങ്കിൽ ഞാൻ സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരിൽ പെട്ടവനാകുമായിരുന്നു. أو تقول حين ترى العذاب لو أن لي كرة فأكون من المحسنين. അല്ലെങ്കിൽ അയാൾ ശിക്ഷ കാണുന്ന സമയം പറയുന്നതിനു മുമ്പ്, എനിക്ക് ഇഹലോകത്തേക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സുകൃതം ചെയ്യുന്നവരിൽ പെട്ടവനായി തീരുമായിരുന്നു. بلى قد جاءتك آياتي فكذبت بها واستكبرت وكنت من الكافرين. അതെ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്തു. എന്നിട്ട് നീ അവ നിഷേധിക്കുകയും അഹങ്കരിക്കുകയും സത്യനിഷേധികളിൽ പെട്ടവനായി തീരുകയും ചെയ്തു എന്ന് അവരോട് പറയപ്പെടും. وَيَوْمَ الْقِيَامَةِ تَرَى الَّذِينَ كَذَبُوا عَلَى اللَّهِ وُجُوهُهُم مُّسْوَدَّةٌ
أليس في جهنم مثوى للمتكبرين. അന്ത്യനാളിലാകട്ടെ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞവരെ അവരുടെ മുഖങ്ങൾ കറുത്തിരുണ്ടതായി താങ്കൾ കാണുന്നതാണ്. നരകത്തിൽ തന്നെയല്ലേ ആ അഹങ്കാരികൾക്ക് വാസസ്ഥലം. അതെ. وينجي الله الذين اتقوا بمفازتهم لا يمسهم السوء ولا هم يحزنون. സൂക്ഷ്മതയോടെ ജീവിച്ചവരെ അവർ വിജയം നേടിയത് കാരണം അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ്. അവരെ യാതൊരു തിന്മയും സ്പർശിക്കുകയില്ല, ദുഃഖിക്കുകയുമില്ലവർ. الله خالق كل شيء وهو على كل شيء وكيل. അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ്. അവൻ സർവകാര്യങ്ങളിലും കൈകാര്യം നടത്തുന്നവനുമാണ്. له مقاليد السماوات والأرض والذين كفروا بآيات الله أولئك هم الخاسرون. ആകാശഭൂമികളുടെ താക്കോലുകൾ അവനുള്ളതാകുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരാരോ അവർ തന്നെയാണ് നഷ്ടക്കാർ. قل أفغير الله تأمروني أعبد أيها الجاهلون. നബിയെ പറയുക, എന്നിരിക്കെ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കണമെന്നാണോ വിഡ്ഢികളെ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِن قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. നിങ്ങൾ അള്ളാഹുവിനോട് പങ്കുചേർത്തെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കർമ്മം മുഴുവനും നിഷ്ഫലമായി തീരുകയും നീ നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുമെന്ന് നബിയെ താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. ബലില്ലാഹ ഫഅ്ബുദ് വകുൻ മിനശ്ശാകിരീൻ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അള്ളാഹുവോട് പങ്കുചേർക്കരുത്, പക്ഷേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും നന്ദി കാട്ടുന്നവരിലായിരിക്കുകയും ചെയ്യുക. وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ട മുറപ്രകാരം അവർ ബഹുമാനിച്ചില്ല. അന്ത്യദിനത്തിൽ ഭൂമി മുഴുവനും അവന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. ആകാശങ്ങളാകട്ടെ അവന്റെ ശക്തി കൊണ്ട് ചുരുട്ടപ്പെട്ടവയുമായിരിക്കും. അവർ പങ്കുചേർക്കുന്നതിൽ നിന്നും അവൻ മഹാപരിശുദ്ധനും അത്യുന്നതി പ്രാപിച്ചവനുമാകുന്നു. ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ആകാശഭൂമികളിലുള്ളവരെല്ലാം മരണമടഞ്ഞു പോകുന്നതാണ്. പിന്നീട് അതിൽ മറ്റൊന്നുകൂടി ഊതപ്പെടും. അപ്പോൾ അവരതാ നോക്കുന്നവരായി എഴുന്നേറ്റു നിൽക്കുന്നു. وأشرقت الأرض بنور ربها ووضع الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وهم لا يظلمون. ഭൂമി അതിന്റെ രക്ഷിതാവിന്റെ നീതി മൂലം പ്രകാശിക്കും. കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് വെക്കപ്പെടുകയും പ്രവാചകന്മാരെയും മറ്റു സാക്ഷികളെയും കൊണ്ടുവരപ്പെടുകയും ജനങ്ങൾക്കിടയിൽ സത്യസന്ധമായി വിധിക്കപ്പെടുകയും ചെയ്യും. അവരോടൊട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. وَوُفِّيَتْ كُلُّ نَفْسٍ مَا عَمِلَتْ وَهُوَ أَعْلَمُ بِمَا يَفْعَلُونَ. ഓരോ ആൾക്കും അവൻ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി അവൻ ഏറ്റവും അറിയുന്നവനാണ് താനും. وَسِيقَ الَّذِينَ كَفَرُوا إِلَى جَهَنَّمَ
جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين. സത്യനിഷേധികളെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ അവരതിനടുത്തു ചെന്നാൽ അതിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും കാവൽക്കാർ അവരോടിങ്ങനെ പറയുകയും ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയും ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നില്ലേ? അവർ പറയും, അതെ, വന്നിരുന്നു. പക്ഷേ സത്യനിഷേധികളുടെ മേൽ ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ടുപോയി. قيل ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين. അവരോട് പറയപ്പെടും, നരകത്തിൽ ശാശ്വതവാസികളെന്ന നിലയിൽ അതിന്റെ വാതിലുകളിൽ കൂടി നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. അപ്പോൾ അഹങ്കാരികളുടെ വാസസ്ഥലം എത്ര ചീത്തയാണ്. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചു ജീവിച്ചു വന്നവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും. അങ്ങനെ വാതിലുകൾ തുറന്നു വെക്കപ്പെട്ട നിലയിൽ അവർ അതിന്റെ അടുത്തു ചെന്നാൽ അവർക്ക് ലഭിക്കാൻ പോകുന്നത് അവർണ്ണനീയമാണ്. അതിന്റെ കാവൽക്കാർ അവരോട് പറയും, നിങ്ങൾക്ക് സമാധാനം, പാപങ്ങളുടെ മാലിന്യത്തിൽ നിന്ന് നിങ്ങൾ ശുദ്ധരായിരിക്കുന്നു, അതിനാൽ നിരന്തരവാസികളായി നിങ്ങൾ അതിൽ പ്രവേശിച്ചുകൊള്ളുക. وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. അവർ പറയും, അവന്റെ വാഗ്ദാനം ഞങ്ങൾക്ക് സാക്ഷാത്കരിച്ചു തരികയും ഈ സ്വർഗഭൂമിയെ ഞങ്ങൾക്ക് അവകാശമാക്കി തരികയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതിയും. ഈ സ്വർഗത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് താമസിക്കാവുന്ന സ്ഥിതിയിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ പ്രതിഫലം എത്ര ഉത്തമം. وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. തങ്ങളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് അർശിന്റെ ചുറ്റുപാടും പൊതിഞ്ഞു നിൽക്കുന്നവരായി മലക്കുകളെ താങ്കൾക്ക് കാണാം. അവർക്കിടയിൽ, സൃഷ്ടികൾക്കിടയിൽ നീതിപൂർവം വിധിക്കപ്പെട്ടു കഴിഞ്ഞു. ലോകരക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് എല്ലാവരാലും പറയപ്പെടും.